ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പുത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് ഫ്ലക്സ് കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തികളുടെ കളക്ഷനാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് അത് രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എല്ലാം പണ്ടത്തെ പോലെ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഫസ്റ്റ് ടൈം ഇത് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ 3 ഡിസൈൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ച് ലെങ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 549 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു കുർത്തി തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ക്രീം കളറിനകത്താണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫാബ്രിക് പറഞ്ഞല്ലോ, ഫ്ലക്സ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, അത്രയ്ക്കും തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ഫ്രണ്ട് വന്നിരിക്കുന്നത് 2 പാനൽ കട്ടിലാണ്. ഇപ്പം നമ്മൾ പ്രിൻസസ് കട്ടിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് വന്നിരിക്കുന്നത്. ബാക്ക് പാർട്ടും പ്രിൻസസ് കട്ടിൽ തന്നെയാണ്. ക്ലോസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു പടി പോലെ കൊടുത്ത് അതിനകത്ത് ബട്ടൺ കൊടുത്ത് ലോവർ പാർട്ട് വരെ അങ്ങനെ പോയിട്ടുണ്ട്. സ്ലീവ് വന്നിരിക്കുന്നത് 3/4 സ്ലീവിലാണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിൽ ഒരു ബോർഡർ പോലെ കൊടുത്ത് ഫ്ലാപ്പും കൊടുത്ത് ബട്ടണും കൊടുത്താണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് പാർട്ട് കാണിച്ചു തരാം. ബാക്ക് പാർട്ട് വരുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ്. അതും ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസസ് കട്ടിലാണ് 2 സൈഡിലും കട്ടിങ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡെയിലി വെയറും വർക്ക് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് 2 സൈഡിലും ഇതിന് പോക്കറ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് കംഫർട്ടായിട്ടൊക്കെ വെയർ ചെയ്യാവുന്ന പോലെയും ഓഫീസിൽ പോകുമ്പോൾ വെയർ ചെയ്യാവുന്ന പോലെയൊക്കെയാണ് ഫാബ്രിക് കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതിന് പോക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലിറ്റ് വരുന്നത് ലോവർ പാർട്ടിലായിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കാണിച്ചു തരാം. ഇങ്ങനെ ഇത്രയും ആയിട്ടാണ് ഇതിൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ സെൻട്രലായിട്ടും ഒരു സ്ലിറ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ XXL വരെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 549 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ക്രീമിൽ തന്നെ ഒരു ഗ്രീൻ കളറിലുള്ള പ്രിൻ്റോട് കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രിൻ്റ് പറയാൻ വിട്ടുപോയി. നമുക്കൊരു പേസ്ലി പ്രിൻ്റിലാണ് ഈ പ്രിൻ്റ് വന്നിരിക്കുന്നത്. എല്ലാ ടൈമിലും ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെ. നമ്മൾ ചിലരൊക്കെ മാംഗോ പ്രിൻ്റ് എന്ന് പറയില്ലേ, ആ ഒരു പ്രിൻ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം സെയിം തന്നെയാണ്. പാറ്റേൺ എല്ലാം സെയിം ആണ്. ഞാൻ ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം, എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ മനസ്സിലാക്കുകയുള്ളൂ. ക്ലോസ് ചെയ്തിലേക്ക് വരുമ്പോൾ നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിൽ തന്നെ 2 പാനൽ കട്ടിൽ, അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലാണ് ഫ്രണ്ടും ബാക്കും പോയിരിക്കുന്നത്. സ്ലീവ് വന്നിരിക്കുന്നത് 3/4 സ്ലീവിലാണ്. സ്ലീവിൻ്റെ എൻഡിലും ബോർഡർ പോലെ കൊടുത്ത് ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും പോക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. ലോവർ പാർട്ടിലായിട്ടാണ് ഇതിൻ്റെ സ്ലിറ്റ് പോകുന്നത്. കൂടാതെ സെൻറ്ററിലും ഒരു സ്ലിറ്റ് ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണാം കേട്ടോ. ബാക്ക് പാർട്ട് വരുന്നതും ഇങ്ങനെ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 549 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് ക്രീം കളറിൽ തന്നെ ഒരു എന്താ പറയുക സ്ട്രൈപ്പ് പാറ്റേണിലൊരു ഡിസൈനാണ്. ബ്ലാക്ക് കളറിലാണ് ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഇത്ര നേരം കണ്ടതുപോലെ വിത്തൗട്ട് ലൈനിങ്ങിലാണ്. 45 ഇഞ്ച് ലെങ്ത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് വ്യൂയിലേക്ക് വരുമ്പോൾ കാണാം നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിലാണ്. 2 പാനൽ കട്ടിലാണ്. സൈഡിലൊരു പ്രിൻസസ് കട്ട് പോലെയാണ് ഫ്രണ്ടിലും ബാക്കിലും പോയിരിക്കുന്നത്. 2 സൈഡിലും ഓരോ പോക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവിൽ സ്ലീവിൻ്റെ എൻഡിൽ ബോർഡർ പോലെ കൊടുത്ത് ഫ്ലാപ്പ് കൊടുത്ത് ബട്ടൺ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് കാണാം. ബാക്ക് പാർട്ട് വരുന്നതും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിൻസസ് കട്ടിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 549 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ പ്രൊഡക്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ട 3 പ്രൊഡക്റ്റും ആ ഒരു ലിങ്കിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ തന്നെ മെഷർമെൻറ്റ് ചാർട്ടും അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് പോരാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ആവശ്യമുള്ളവർ മാത്രം വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ സെയിൽ വരുമ്പോൾ കുറച്ചധികം ഡിലേ വരികയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാനൊക്കെ സമയത്തിന് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കും കംഫർട്ടായിരിക്കും, ഞങ്ങൾക്കും കംഫർട്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന് തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. കൊറിയർ ചെയ്യുന്നതെന്ന് പറയട്ടെ, ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി 500 എബോ വരുന്ന ബില്ലുകൾ കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ബിലോ 500 നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇനി ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.